ഹലോ ഗൈസ്, നമ്മളിത് പോകാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെ മോസ്റ്റ് ഐക്കോണിക് പ്ലേസ് ആയ നമുക്കൊരു ഈവനിങ് ഒക്കെ അടിപൊളിയായിട്ട് സൺസെറ്റ് ഒക്കെ കണ്ട് ഫാമിലി ആയിട്ട് കപ്പിൾസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിടിലൊരു സ്പോട്ടിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമ്മുടെ ആലപ്പുഴയിലെ കൈനഗിരിയിലുള്ള മീനമ്പള്ളി കായലിൽ സ്ഥിതി ചെയ്യുന്ന ഹൗസ് ബോട്ട് ടെർമിനൽ. അങ്ങോട്ടുള്ള യാത്ര അത് വേറെ ലെവലിൽ തന്നെയാണ്. കുട്ടനാടിൻ്റെ തനത് ഭംഗി ആസ്വദിച്ചിട്ടുണ്ട്. വയലിൻ്റെ നടുവിലുള്ള നമ്മളെ കൈനഗിരിയിലോട്ടുള്ള റൈഡുണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, പൊളിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആനവണ്ടിയായ KSRTC ബസ് നമ്മുടെ എതിരെ വരുമ്പോൾ അങ്ങ് ഹൈ റേഞ്ച് നമുക്ക് കിട്ടുന്ന അതേ ഫീല് തന്നെയാണ് ഇവിടെ കുട്ടനാട്ടിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആ ഫീലൊക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് മറ്റൊരു ടെസ്റ്റ് നമ്മളെ പ്രതീക്ഷിച്ച് വരുന്നത്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഇച്ചിരി ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ, കുറച്ച് ദൂരം നമുക്ക് കരിയറിലെ ആ ഹൗസ് ബോട്ട് ടെർമിനലിലോട്ട് പോകുന്ന വഴിക്ക് ഇച്ചിരി ഓഫ് റോഡൊക്കെ ഉണ്ട്. റോഡൊക്കെ ഇച്ചിരി ശോചനീയാവസ്ഥയാണെങ്കിലും അങ്ങോട്ട് നമ്മൾ കയറി ചെന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് അഡ്വഞ്ചർ നമ്മളെ കാത്തിരിക്കുന്നത്. ഏകദേശം കുട്ടനാട് ആയതുകൊണ്ട് തന്നെ ആ കായലിൻ്റെ സൈഡിൽ നല്ല അത്യാവശ്യം വെള്ളക്കെട്ടുണ്ടതും പിന്നെ ചതുപ്പുണ്ട്. പ്രത്യേകിച്ച് വഴുപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ് കാഴ്ച. അപ്പം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ജ്യോതിഷ് പ്രോ പോകുന്നത് സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ മീനമ്പള്ളി കായലിലെ കുഞ്ഞോളങ്ങൾ നമ്മുടെ കാലിലൊക്കെ തട്ടിരുമ്മി പോകുന്ന ഫീൽ ചെയ്യാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് പിന്നെയും കുറച്ച് കല്ലുകെട്ടുണ്ട് കേട്ടോ. ആ കല്ലുകെട്ട് അങ്ങോട്ട് കയറി നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്, ചെറിയൊരു മാവുണ്ട് കേട്ടോ. ആ മാവാണ് ഇത് ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് ആണെന്ന് പറയാം. ആ മാവൊക്കെ ചാടി വേണം നമ്മുടെ ഈ ഹൗസ് ബോട്ട് ടെർമിനലിലോട്ട് ചെല്ലാൻ. ഈ ഒരു ക്ലൈമറ്റാണ് ഗൈസ് നമുക്ക് അന്നത്തെ ദിവസം അവിടെ നിന്ന് കിട്ടിയത്. കാരണം ഈ ഒരു വൈബ് പ്രതീക്ഷിച്ചാണ് നമ്മൾ അവിടെ ചെന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് അന്നത്തെ ദിവസം കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കി നമ്മൾ നേരെ നമ്മുടെ ഹൗസ് ബോട്ട് ടെർമിനലിൽ എത്തിയിരിക്കും കേട്ടോ. ഏകദേശം ഒരു 10-200 മീറ്ററെങ്കിലും ഈ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ മീനമ്പള്ളിക്കായലിൽ നിന്ന് കരയിൽ നിന്ന് മീനമ്പള്ളിക്കായൽ വരെയുള്ള ദൂരം കാണും കേട്ടോ. ഇത്ര അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇങ്ങോട്ടേക്കുള്ള വഴി മാത്രം വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ടുണ്ട്, പിന്നെ ഷിക്കാരി ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്. ഇവയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും കേട്ടോ. ശരിക്കും ഇങ്ങോട്ടുള്ള വരവ് നമ്മൾ പ്രതീക്ഷിച്ചതിനും അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹിച്ചുള്ള ആ ഒരു വൈബ് നമുക്കിവിടെ കിട്ടി. ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മോനാണ്ട് ഇതുപോലെ ആയിരിക്കും. ഒരു രക്ഷയില്ല, അടിപൊളി ക്ലൈമറ്റാണ്. അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പക്ക വൈബാണ്. ആ വൈബൊക്കെ ആസ്വദിച്ച് നമ്മൾ ആ 10-200 മീറ്ററൊക്കെ ആസ്വദിച്ച് നമ്മൾ നടന്ന് ക്ഷീണിച്ച് അവിടെ ചെല്ലുമ്പോഴേ അതിൻ്റെ നല്ല അടിപൊളി കിടിൽ നല്ല ഫ്രഷ് ജ്യൂസസും ഫ്രഷ് ലൈമും പിന്നെ വെറൈറ്റീസ് ആയിട്ട് ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴിച്ച് നമുക്കൊന്ന് ചില്ലാകാൻ പറ്റിയ കിടില സ്പോട്ട് തന്നെയാണ് ഇത് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മളാ പോയ ടൈമിലൊക്കെ പക്ക വൈബ് ടൈമായിരുന്നു. ആ ടൈമിൽ പ്രത്യേകിച്ച് ആ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കഴിച്ചിട്ട് ആ കായലിൻ്റെ നടുവിലോട്ട് പോയി നോക്കിയൊക്കെ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ മോനെ, ഒരു രക്ഷയില്ല, പൊളിയാണ്. പോരാത്തിന് നിങ്ങൾക്ക് ഈ സ്പീഡ് ബോട്ടിലൊക്കെ ഒരു റൈഡ് ചെയ്യുവാണെങ്കിൽ എൻ്റെ മോനെ പറഞ്ഞറിയിക്കാൻ വയ്യ, പൊളിയാണ്. അപ്പം നിങ്ങൾ ആലപ്പുഴയ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണ് നമ്മുടെ ഈ കൈനഗിരിയിലെ ഹൗസ് ബോട്ട് ടെർമിനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ ഉലകം ചുറ്റും ബാലുബൻ. ബൈ ബൈ.